അപേക്ഷകൾക്ക് $1,00,000 ഫീസ് ഈടാക്കിക്കൊണ്ട് H-1B വിസ പ്രോഗ്രാം വിപുലമായി പരിഷ്കരിക്കുന്നതിനുള്ള ഒരു ഉത്തരവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഒപ്പുവെച്ചു. സെപ്റ്റംബർ 21 മുതൽ ഇത് നടപ്പിലാകും. ഇത് ഇന്ത്യൻ ടെക് തൊഴിലാളികളെ ബാധിച്ചേക്കാം. വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ US കമ്പനികൾ കൂടുതൽ അമേരിക്കൻ പ്രതിഭകളെ നിയമിക്കുന്നത് ഉറപ്പാക്കാനും അതേസമയം വില കുറഞ്ഞ വിദേശ തൊഴിലാളികളെ അവരുടെ വീട്ടിലേക്ക് തിരിച്ചയക്കാനും ഈ നീക്കം സഹായിക്കുമെന്നാണ് US വാണിജ്യ സെക്രട്ടറി പറഞ്ഞത്. H-1B വിസ ഉടമകളിൽ 70%-ലധികവും ഇന്ത്യക്കാരാണെന്നതിനാൽ ഈ നിയന്ത്രണങ്ങൾ അമേരിക്കയിലെ ഇന്ത്യൻ പ്രവാസികൾക്ക് ദോഷകരമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സെപ്റ്റംബർ 21 മുതൽ 12 മാസത്തേക്ക് പുതിയ നിയമം ബാധകമാകും. പ്രാരംഭ കാലയളവിന് ശേഷം നീട്ടിയില്ലെങ്കിൽ നിയമം കാലഹരണപ്പെടും. H-1B വിസ സംവിധാനത്തിന്റെ പ്രത്യേകിച്ച് IT ഔട്ട്സോഴ്സിംഗ് സ്ഥാപനങ്ങളുടെ വ്യവസ്ഥാപിതമായ ദുരുപയോഗം H-1B പ്രോഗ്രാമിന്റെ ദുരുപയോഗം ദേശീയ സുരക്ഷാ ഭീഷണിയാണെന്ന് US പ്രസിഡന്റ് പ്രഖ്യാപിച്ചു. ഇന്ത്യ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിഭകളെ നിയമിക്കുന്നത് US ടെക്നോളജി സ്ഥാപനങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് ഈ നിയമങ്ങൾ. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.